എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാനിന്ന് രാത്രി കഴിക്കാൻ ഇത്തിരി തൈര് സാദം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് വറക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കടുക് വറുത്ത് ഉള്ളി ഇടണം, ഒരൽപ്പം ഇഞ്ചി, ചുവന്ന മുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ് ഇടണം, തക്കാളിയും 2 കറിവേപ്പിലയും, ഒരു 6 മണി കുരുമുളക്, പിന്നെ തൈര്. എത്രയാണ് വേണ്ടത്? കടുകിടാം. ഒരൽപ്പം കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക്, കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ് എല്ലാം പൊരിഞ്ഞ് വരട്ടെ. മുളക്, ഇഞ്ചി, ഒരൽപ്പം ഉള്ളി അരിഞ്ഞിടുന്നുണ്ട്, ഇളക്കി കൊടുക്കാം. ഓക്കെ, തക്കാളി ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും തക്കാളിയും. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഒരു 5-6 മണി കുരുമുളക്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളൊന്നും വേണ്ട, ഇതിങ്ങനെ എടുത്ത് കഴിക്കാം. യാത്രയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വിഭവമാണ് തൈര് സാദം. തക്കാളി ഒന്നുകൂടെ വഴന്നിട്ട് നമുക്ക് മാറ്റിയിടാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ഒരൽപ്പം ഉപ്പിടണം. ഉപ്പ് തൈരിലിട്ടാലും മതി, ഞാൻ തൈരിലിട്ടിട്ടില്ല. പച്ചമുളക് മാത്രമാണ് തൈരിലിട്ടിരിക്കുന്നത്. തൈരും ചേർത്ത് ഈ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കണം. ഇങ്ങനെ തൈര് സാദം റെഡിയാണ്. നമുക്കിനി കഴിക്കാം. ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കഴിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ മതി, ബാക്കിയെല്ലാം പിന്നാലെ വന്നോളും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന തൈര് സാദത്തിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിലിങ്ങനെ ചെയ്യുന്നത്. അധിക സമയവും വേണ്ട, അധിക ചേരുവകളില്ല, എല്ലാം വീട്ടിലുള്ള തന്നെയാണ്. മുളകായാലും കടുകായാലും കരുവേപ്പില, തക്കാളി, ഇതെല്ലാം ഇഞ്ചി എല്ലാം വീട്ടിലുണ്ടല്ലോ. അതെല്ലാം കൂടി ഒന്ന് ഇട്ടിരി വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് തണുത്ത ചോറിലേക്ക് തണുത്ത തൈരും ഒഴിച്ച് ഇതെല്ലാം കൂടെ ചേർത്തിളക്കി വെച്ചാൽ മതി. യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ സുഖം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.